ഇന്ന് വചനം പങ്കുവയ്ക്കുന്ന റവറൻ ഫാദർ ആൻസൺ അറകുലശ്ശേരി, 10ാം പീസ് ചർച്ച് പുന്നപ്ര വികാരിയച്ഛൻ. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വചനപ്രഘോഷത്തിൻ്റെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കുക. സ്നേഹമുള്ളവരെ, കാലാവസ്ഥ വളരെ മനോഹരമാണ്. ചൂടൊക്കെ മാറി നല്ല തണുപ്പായിട്ടുണ്ട്. ചൂടിനാണെങ്കിൽ പ്രസംഗം കൂടി കേൾക്കുമ്പോൾ നല്ല ചൂട് വരും. ഉറങ്ങാനുള്ള സാധ്യതകളും അസ്വസ്ഥതകൾക്ക് ഒത്തിരി കാരണമാകും. തണുപ്പ് വരുമ്പോൾ അസ്വസ്ഥതയുണ്ടായില്ല, ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളെ ഉറക്കാതെ 1 മണിക്കൂർ പരിശുദ്ധ അമ്മയെക്കുറിച്ചും നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ച് കടന്നു പോകുക എന്നതാണ് ഈ 1 മണിക്കൂറത്തെ വചനപ്രഘോഷം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെയ് മാസം പ്രത്യേകമായിട്ട് നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ നമ്മൾ ബഹുമാനിക്കുകയും വണങ്ങുകയും അമ്മയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ 31 ദിവസത്തെ വണക്കമാസ പ്രാർത്ഥനയിലൂടെ നമ്മൾ ധ്യാനിക്കുകയും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ നടന്ന അത്ഭുതങ്ങളെ നമ്മൾ സംഭവങ്ങളായിട്ട് ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ഒരുപക്ഷെ സഭയുടെ ആരാധനക്രമം, ലത്തീൻ ആരാധനക്രമം നമ്മൾ നോക്കിയാൽ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാൾ ഇല്ലാത്ത 1 മാസം പോലും നമ്മുടെ ആരാധനക്രമത്തിലില്ല. ഏത് മാസം എടുത്താലും പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാൾ, ഏറ്റവും കുറഞ്ഞത് ഒരു തിരുനാളെങ്കിലും പരിശുദ്ധ അമ്മയുടെ തിരുനാളായിട്ട് സഭ ആചരിക്കാറുണ്ട്. മറ്റ് വിശുദ്ധന്മാരെ നോക്കിയാൽ വർഷത്തിൽ 1 തവണ സെബസ്ത്യാനോസ് ആയിക്കോട്ടെ, അന്തോനീസ് ആയിക്കോട്ടെ, ഗീവറീസ് ആയിക്കോട്ടെ, യൂദാ തദേവുസ് ആയിക്കോട്ടെ, ഏത് വിശുദ്ധരെ നമ്മളെടുത്താലും വർഷത്തിൽ ഒരിക്കൽ മാത്രം കൃത്യമായിട്ട് ആ വിശുദ്ധൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദിവസം നമ്മൾ ആ വിശുദ്ധനെ ധ്യാനിക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എല്ലാ മാസവും 1 ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ തന്നെ 2 മാസം, ഒക്ടോബർ, മെയ് മാസം, ഈ 2 മാസങ്ങൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയെ ഓർക്കുവാനും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിക്കുവാനും സഭ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉയരേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം സ്ഥാനം സഭയിലുള്ളത്? എന്തുകൊണ്ടാണ് സഭ പരിശുദ്ധ അമ്മയ്ക്ക് മറ്റ് വിശുദ്ധരേക്കാൾ അധികമായ പ്രാധാന്യം നൽകുന്നത്? അതിൻ്റെ കാരണം അന്വേഷിച്ച് തുടങ്ങിയാൽ അമ്മയെ പിതാവായ ദൈവം തിരഞ്ഞെടുക്കുന്ന, നമ്മൾ മംഗളവാർത്ത തിരുനാൾ എന്ന് ആ ദിവസത്തെ പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. ആ ദിവസത്തിൽ ദൈവം അയക്കുന്ന ദൈവദൂതൻ പറയുന്ന മറുപടിയാണ് അതിനുള്ള ഉത്തരം. ദൈവദൂതൻ പറയുന്ന ഇങ്ങനെയാണ്: ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ദൈവത്തിൻ്റെ കൃപ മറ്റ് വിശുദ്ധരേക്കാളും അധികമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് കൊണ്ടാണ് ദൈവദൂതൻ പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ഈ ദൈവകൃപ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് എന്ന് ചിന്തിക്കുന്നതും ഈ അവസരത്തിൽ നല്ലതായിരിക്കും. പരിശുദ്ധ അമ്മ ഒരു യഹൂദ സ്ത്രീയാണ്. അമ്മയുടെ മാതാപിതാക്കൾ അന്നയും ജോവാക്യമും പരിശുദ്ധ അമ്മയുടെ ചെറുപ്രായത്തിൽ തന്നെ
അമ്മയുടെ മാതാപിതാക്കൾ മരിച്ചുപോയെന്ന് നമുക്കറിയാം. പിന്നീട് പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ജെറുസലേം ദേവാലയത്തിലായിരുന്നു. ഒരു സമർപ്പിതയെപ്പോലെ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദേവാലയത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിന് സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടെ. മറ്റ് യഹൂദ സ്ത്രീകളെ പോലെ ഒരു രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനും ആ രക്ഷകന്റെ അമ്മയായി മാറുവാനുമുള്ള ആഗ്രഹം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് വണക്കമാസ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കാറുണ്ട്. എല്ലാ സ്ത്രീകളും രക്ഷകന്റെ അമ്മയാകുവാൻ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പിതയായിട്ട് ജീവിക്കുകയായിരുന്നു. ദൈവം ഈ സ്ത്രീകളിൽ നിന്നും എന്തോ വ്യത്യസ്തത പരിശുദ്ധ അമ്മയിൽ കണ്ടിരിക്കാം. മറ്റ് സ്ത്രീകളും ഇതുപോലെ അവരുടെ കന്യകത്വം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്നു. അവരിൽ ഒരാളായിരുന്നു പരിശുദ്ധ അമ്മയും. എങ്കിലും ദൈവം അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തു. ദൈവം ദൂതൻ വഴി പറയുന്നു, അതുകൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ദൈവം നൽകിയ ഈ ഒരു ദൈവവിളി, തൻ്റെ പുത്രൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്ത ആ വിളി ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റ് വിശുദ്ധന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു ബഹുമാനവും ആദരവും നമുക്ക് നൽകുവാൻ ഇടയാക്കിയത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കാണാം. ഒരു യഹൂദ സ്ത്രീയുടെ ജീവിത രീതികളൊക്കെ എപ്രകാരമുള്ളതാണെന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിചിന്തനത്തിലൂടെ ധ്യാനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചും അല്ലാതെയും കേട്ടിട്ടുള്ളതാണ്. ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നത്. തൻ്റെ ഇച്ഛ കൂടാതെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ, അതായത് പരിശുദ്ധ അമ്മ ഗർഭിണിയായ വിവരം കേൾക്കുമ്പോൾ യൗസേപ്പ് രഹസ്യമായിട്ട് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുവാൻ തയ്യാറാവുന്നുണ്ട്. അത് ഒരിക്കലും പരിശുദ്ധ അമ്മയെ അപമാനിക്കുവാനല്ല, മറിച്ച് രഹസ്യമായി ഈ ഒരു അപമാനത്തിൽ നിന്നും അമ്മയെയും തന്നെയും സുരക്ഷിതരാക്കുവാനാണ് യൗസേപ്പ് പിതാവ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം യൗസേപ്പ് പിതാവ് എടുക്കുമ്പോൾ ദൂതൻ സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിന് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാൻ ഒരു തരത്തിലുള്ള ശങ്കയും വേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് യൗസേപ്പ് പിതാവിനെ ബോധ്യപ്പെടുത്തുമ്പോൾ പിന്നീട് ഒരു കളങ്കവുമില്ലാതെ ഒരു ശങ്കയും കൂടാതെ യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചാലും ഒരു യുവതി എന്നുള്ള നിലയിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ എങ്ങനെയായിരിക്കണം, അവൾ എത്രമാത്രം കന്യാത്വം സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. എങ്കിലും അവൾ ഗർഭിണിയായി കാണപ്പെട്ടത് മൂലം എത്രമാത്രം ആ സമൂഹത്തിൽ അവൾ അപമാനത്തിന് ഇരയായി കാണും. നമ്മളെപ്പോലെയുള്ള അയൽവാസികളൊക്കെ ഉള്ള ഇടങ്ങളായിരിക്കാം. നമ്മളെപ്പോലെ തൊഴിലുറപ്പ് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അത്ര വലിയ പരസ്യങ്ങളൊന്നും അവിടെ ഇറങ്ങിക്കാണില്ല. അയൽക്കൂട്ടങ്ങളും തൊഴിലുറപ്പും ഇല്ലാത്തത് കൊണ്ട് ആ രഹസ്യം ഒരുപക്ഷെ ആ ഒരു ചുറ്റുപാടിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ടാവും. ഒരു തൊഴിലുറപ്പോ അയൽക്കൂട്ടമോ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ സാഹചര്യമായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ ഒരു രഹസ്യം എത്തുമായിരുന്നു. ദൈവസഹായം കൊണ്ട് അന്ന് ആ ഒരു സാധ്യത ഇല്ലായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് ആ ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം ഇതിനകം തന്നെ പരിശുദ്ധ അമ്മ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിരിക്കും. എന്തുമാത്രം കുറ്റപ്പെടുത്തലുകളായിരിക്കാം നടത്തിയിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളെപ്പോലെയുള്ള സഹോദരിമാരുണ്ടായിരുന്നെങ്കിൽ, നമ്മളെപ്പോലെയുള്ള ബന്ധുമിത്രാദികൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ
എത്രമാത്രം ചോദ്യങ്ങൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചോദിക്കുമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഉത്തരം? എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മൾ എത്രമാത്രം ആരാധനകളിൽ പങ്കെടുക്കുന്നു, എത്രമാത്രം ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, എത്രമാത്രം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മൾ പോകുന്നു. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നു. അവൾ നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് നമ്മോട് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഉത്തരം? ജപമാല കയ്യിൽ നിന്ന് മാറ്റാത്തവരാണ് അല്ലേ? എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും പോയി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും നല്ല കുമ്പസാരങ്ങൾ നടത്തുകയും നല്ല വചന പ്രഘോഷണവും സുവിശേഷ പ്രഘോഷണമൊക്കെ കേൾക്കുന്ന നമ്മൾ കൊടുക്കാൻ പോകുന്ന ഉത്തരം എന്തായിരിക്കും? നല്ല കാര്യം, പരിശുദ്ധാത്മാവാണല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് നമ്മുടെ വീട്ടിൽ കയറ്റി ഇരുത്തി നമ്മൾ സൽക്കരിക്കുമോ? അതോ മറ്റ് പല ചോദ്യങ്ങളും ആയിരിക്കുമോ നമ്മൾ ചോദിക്കാൻ പോകുന്നത്? നമ്മുടെ ജീവിത സാഹചര്യം നോക്കി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് പരിശുദ്ധ അമ്മ ഏത് അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നുപോയിരിക്കുന്നത്? ഒത്തിരി വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും, ഒത്തിരി അപമാനത്തിലൂടെയും ഇല്ലായ്മ. ഒരാളെ വാക്കുകൊണ്ട് എത്രമാത്രം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച ഒത്തിരി മനുഷ്യര് പരിശുദ്ധ അമ്മയുടെ ചുറ്റും ഉണ്ടായിരിക്കാം. അതൊന്നും ഗവനിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മംഗളവാർത്ത സമയത്ത് നൽകിയ ഉത്തരമായിരിക്കാം ആ സമയത്തും പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും തന്നോട് ചോദിച്ചവർക്കും തന്നെ അപമാനിച്ചവർക്കും നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഇനി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയാൽ ഈ ഗർഭധാനം കഴിഞ്ഞുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. ആ സമയത്ത് പേര് ചേർക്കപ്പെടുവാൻ സ്വന്തം ദേശത്തേക്ക് പോകേണ്ടി വരുന്ന യൗസേപ്പിതാവിനും മാതാവിൻ്റെയും ജീവിതയാത്ര അത് എത്രമാത്രം ക്ലേശകരമാണ് എന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? ഭർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്ക്, അവളെ പരിചരിക്കുന്ന അവരുടെ മാതാപിതാക്കള്, പ്രസവിക്കുവാൻ നല്ലൊരു ആശുപത്രി. ഇന്ന് തന്നെ നമ്മുടെ മക്കളൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലത്? നമ്മുടെ മകൾക്ക് സുഖപ്രസവം ലഭിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ മരുമകൾക്ക് സുഖപ്രസവം ലഭിക്കുവാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ല ഡോക്ടറിനെ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഒരു തരത്തിലുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷനും ഫേസ് ചെയ്യാതിരിക്കുവാൻ, ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാതിരിക്കാൻ ഏറ്റവും അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡോക്ടറിനെ ആയിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം നമ്മുടെ മക്കള് ഏറ്റവും നല്ല രീതിയിൽ സുഖപ്രസവത്തിലൂടെ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകണം. ഇത് മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതേപോലെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഇതുപോലെ നല്ല സുഖപ്രസവം ലഭിക്കുന്ന, ഒരു വേദന പോലും അറിയാതെ അല്ല. ഇപ്പോൾ ഓപ്പറേഷനാണ്, പണ്ട് നോർമൽ ഡെലിവറി ആകുമ്പോൾ എന്തുമാത്രം വേദനകളാണ് നമ്മുടെ അമ്മമാർ അനുഭവിച്ചത്. ഇപ്പോൾ ഏതാണ്ട് നിമിഷ നേരത്തിനുള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. പിന്നീട് വേദനയുണ്ട്, എങ്കിലും ആ സമയത്ത് ഒരു തരത്തിലുള്ള വേദന അറിയാതെ ഒരു സുഖപ്രസവത്തിലൂടെയാണ് ഇപ്പം നമ്മുടെ യുവ തലമുറയിലുള്ള പെൺകുട്ടികളൊക്കെ പ്രസവത്തിന് സമ്മതം കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം അവളുടെ പ്രസവ സമയമാണ്. ഏറ്റവും നല്ല ഒരു സുഖപ്രസവം ലഭിക്കണം. ഇത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയായിരുന്നു. ഒരു കഠിനമായ യാത്ര നടത്തേണ്ടി വരുന്നു. ആ കഠിനമായ യാത്രയിൽ പ്രസവ സമയം അടുക്കുന്നു. പ്രസവിക്കുവാൻ നല്ലൊരു ഇടം പോലും കിട്ടാതെ ഒരു തൊഴുത്ത് മാത്രം പ്രസവത്തിന് ലഭിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ, അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ ആ ലഭിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ദിവ്യപുത്രന് ജന്മം നൽകുവാൻ തയ്യാറാകുന്നതാണ്. പിന്നീട് ആ പ്രസവം കഴിഞ്ഞ് ഈ കുഞ്ഞുമായിട്ടുള്ള യാത്ര, അതിനിടയിൽ വീണ്ടും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, കുഞ്ഞിനെ കൊല്ലാൻ ഹെറോദോസ് പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട്
എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുക. അങ്ങനെ യാത്രകൾ ഒന്നൊന്നായി മാറുന്നു, ക്ലേശകരമാകുന്നു. ഇവിടെ ഒന്നും പരിശുദ്ധ അമ്മ ഒരു എതിർവാക്ക് പോലും പറയാതെ, ഒരു പരിഭവവും പരാതിയും പറയാതെ, എന്താണോ ദൈവഹിതം, ദൈവം തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നൽകുന്നതാണ്. തൻ്റെ ജീവിതം തന്നെ ഇതാ കർത്താവിൻ്റെ ദാസിയായി മാറുകയാണ്. പിന്നീട് ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് ദൈവദൂതൻ പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത് ഏതൊരു സ്ത്രീയും ചോദിക്കുന്ന ചോദ്യം. പിന്നീടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കില്ല. കാരണം ആ ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യം ചോദിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ കൊടുക്കുന്ന മറുപടി ഇതാ കർത്താവിൻ്റെ ദാസിയെ. ആ മറുപടി എനിക്ക് തോന്നുന്നു അത് ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ കൊടുത്ത ഉത്തരം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇതാ കർത്താവിൻ്റെ ദാസി ആയിരിക്കും എന്നാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ പിന്നീട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ചോദ്യങ്ങളില്ല, ജീവിതത്തിൽ ഉത്തരങ്ങൾ മാത്രമായിട്ട് ജീവിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലുള്ള ചോദ്യവും ദൈവത്തോടോ ദൈവം തനിക്ക് ജീവിത പങ്കാളിയെ നൽകിയ യൗസേപ്പിതാവിനോട് ചോദിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഉത്തരങ്ങളുടെ ഒരു ജീവിതമായിട്ട് പിന്നെ പരിശുദ്ധ അമ്മ മാറുകയാണ്. ദൈവം കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് തൻ്റെ ജീവിതം കൊണ്ട് പരിശുദ്ധ അമ്മ ഉത്തരം കൊടുത്തു പോവുകയാണ്. ജീവിതത്തിൽ പരിഭവവും പരാതിയും ഇല്ലാതെ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് മാത്രം മനസ്സിലാക്കി, അത് മാത്രം തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വ്രതമായിട്ട് സ്വീകരിച്ച് ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയ അല്ലെങ്കിൽ കീഴ്പ്പെട്ട ഒരു സ്ത്രീ. ഇപ്രകാരം തൻ്റെ ജീവിതത്തിൻ്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാറ്റി ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ചെയ്യുന്നു പോകുന്നത്. പൗലോസ് അപ്പോസ്തലന് ഉണ്ടാകുന്ന കുറവുകളെ തുറന്നു പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നത്, എൻ്റെ ഇച്ഛയല്ല ദൈവത്തിൻ്റെ ഇച്ഛ നിറവേറട്ടെ. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഒരു കുറവുമില്ലാതെ, ഒരു പരിഭവവുമില്ലാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ സമർപ്പിച്ച ഒരു സ്ത്രീ. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം മാത്രം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സ്ത്രീ. ആ സ്ത്രീയെയാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ ഒരു പ്രത്യേകമായിട്ടൊരു ദിവസം തിരുനാളിന് വർഷത്തിലെ 2 മാസം പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുവാൻ സഭ നൽകുവാൻ കാരണം ദൈവത്തിൻ്റെ ഹിതം മാത്രം തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചത്. ഇന്നലെ തിരുസഭാ മാതാവ് വലിയൊരു തിരുനാള് ആഘോഷിച്ചായിരുന്നു. എന്തായിരുന്നു ആ തിരുനാള്? എന്തായിരുന്നു? തൃത്വൈക ദൈവത്തിൻ്റെ തിരുനാള്. അച്ഛന്മാര് പ്രസംഗം പറയാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും ഏത് വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണെന്നറിയാമോ? പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. കാരണം പരിശുദ്ധ തൃത്വമെന്ന് നമ്മൾ വേദോപദേശ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ്. എന്താണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്? ഒരു മഹാ രഹസ്യമാണ്. ആ രഹസ്യമായതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും മനുഷ്യബുദ്ധി കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചെടുക്കുവാൻ നമുക്ക് പ്രയാസമാണ്. വ്യാഖ്യാനിച്ചെടുക്കുവാൻ പ്രയാസമായതുകൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും പ്രയാസമാണ്. സഭയുടെ 4-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. ഒത്തിരി പേര്, സഭാ പണ്ഡിതന്മാരായ ഒത്തിരി പേര് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാവർക്കും തൃപ്തിപരമായ, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം പൊതുവെ തൃത്വത്തെക്കുറിച്ച് നൽകുവാൻ സാധിച്ചിട്ടില്ല. സഭയുടെ ഏറ്റവും അറിയപ്പെടുന്ന സഭാ പണ്ഡിതനാണ് വിശുദ്ധ അഗസ്തീനോസ്. എല്ലാ വിഷയങ്ങളെയും കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വിശുദ്ധൻ. ആ വിശുദ്ധന് പോലും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
എങ്കിലും സഭയുടെ ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൃത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാം. ഒരുപക്ഷെ ഇന്നലെ ഞായറാഴ്ചത്തെ വചനപ്രഘോഷണത്തിൽ നിങ്ങൾ കേട്ടിരിക്കും. ദൈവം സൃഷ്ടികർമ്മം നടത്തുന്ന അവസരത്തിൽ ലോകത്തിലുള്ള എല്ലാ സർവ്വ സൃഷ്ടിജാലങ്ങളും സൃഷ്ടിച്ചും ഏറ്റവും ഒടുവിലായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം വചനം പറയുന്ന ഇപ്രകാരമാണ്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം പറയുന്നതാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം ഏകനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ, നമുക്ക് നമ്മുടെ ഛായയിൽ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരാളാണോ, ഒന്നിൽ കൂടുതലുണ്ടോ? നമുക്ക് എന്ന് പറയുമ്പോൾ ഒരാളാണോ, ഒന്നിൽ കൂടുതലുണ്ടോ? സാധാരണ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. നമുക്ക് എന്ന് പറയാം. ഞാനെന്ന് പറയുമ്പോൾ ഒന്നാണോ, ഒന്നിൽ കൂടുതലുണ്ടോ? ഞാനെന്ന് പറയുമ്പോൾ ഒരാള്, നമുക്കെന്ന് പറയുമ്പോഴോ ഒന്നിൽ കൂടുതൽ. ഇപ്പൊ ദൈവം സൃഷ്ടിയുടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണിത്. അവിടെ പറയുന്ന കാര്യമാണ്, നമുക്ക് നമ്മുടെ ഛായയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉള്ളതായിട്ട് ദൈവം തന്നെ വചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നീട് നമ്മൾ കാണുന്നത് ആദ്യ പാപം നടക്കുന്ന സമയം, ആദവും ഹവ്വായും പാപം ചെയ്തു. അവരെ പർദീസായിൽ നിന്നും പുറത്താക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി ഇവര് ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കനി ഭക്ഷിച്ച് നമ്മളെപ്പോലെ ഒരാളാകാതിരിക്കാൻ, നമ്മളിൽ ഒരുവൻ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരുവൻ ആയി മാറാതിരിക്കാൻ നമുക്ക് ഇവരെ ഇവിടെ നിന്നും പുറത്താക്കാം. ദൈവം പറയാണ്, നമ്മളിൽ ഒരുവൻ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരുവൻ. അവിടെയും നമ്മളെ എന്ന് പറയുന്നത് ഏകവചനമാണോ, ബഹുവചനമാണോ? നമ്മളെപ്പോലെ ഒരുവൻ എന്ന് പറയുമ്പോൾ ഏകവചനമാണോ, ബഹുവചനമാണോ? അത് ബഹുവചനമാണ്. അവിടെ ഒന്ന് എന്ന് പറയുന്ന വ്യക്തിയല്ല, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലെ ഒരുവൻ എന്ന് പറയുന്നത്. അവിടെയും പറയുന്നത് തൃത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയും ഉണ്ടായി എന്നാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവജനം വളർന്ന് വലുതായി, അവര് സാമ്പത്തികമായും അല്ലാതെയും വളർന്നു വന്ന് അവര് ഏക മനസ്സോടുകൂടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അവർ ദൈവത്തെ മറന്നു. ദൈവത്തെ മറന്ന് അവരുടെ കഴിവുകളിലും അവർ സമ്പത്തിലും ആഗ്രഹിച്ച് അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു തീരുമാനമെടുത്തു, നമുക്കൊരു ഗോപുരം നിർമ്മിക്കാം. ആ ഗോപുരം നിർമ്മിച്ച് നമുക്ക് ഒരുമയോടുകൂടെ ഈ ഭവനത്തിൽ താമസിക്കാം. അങ്ങനെയാണ് അവർ ബാബേൽ ഗോപുരം നിർമ്മിക്കുന്നത്. എന്നിട്ട് ദൈവികമായ ചിന്തകളെല്ലാം വെടിഞ്ഞ് മാനുഷികമായ ചിന്തയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഇവർ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഇവർ നമ്മളെ ഓർക്കുന്നില്ല. ഇവർ ദൈവവിചാരമില്ലാതെയാണ് ജീവിക്കുന്നത്. ഇവർ സ്വന്തം കഴിവുകളിൽ മാത്രം ചിന്തകൾ വെച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ഭാഷകൾ ഭിന്നിപ്പിക്കാം. നമുക്കിറങ്ങിച്ചെന്ന് ഭാഷകൾ ഭിന്നിക്കാം. ഇപ്പൊ ദൈവം പറയുന്നത് നമുക്കിറങ്ങിച്ചെന്ന് ഭാഷകൾ ഭിന്നിക്കാം എന്ന് പറയുമ്പോൾ ഏകവചനമാണോ, ബഹുവചനമാണോ? അവിടെയും ബഹുവചനമാണ്. നമുക്കിറങ്ങിച്ചെല്ലാം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തിയല്ല, ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട് എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും പറയുന്നത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം പഴയ നിയമത്തിൽ അവിടെയും നമുക്ക് കാണാമെന്നാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാത്തെ വലിയൊരു ജനത്തിന്റെ പിതാവായിട്ട് മാറ്റുന്ന സമയത്ത് അബ്രഹാത്തെ സന്ദർശിക്കുവാൻ 3 പേര് അബ്രഹാത്തിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്. ആ 3 പേരെ കുറിച്ച് പറയുന്നത് ത്രിയേക ദൈവമാണ് അബ്രഹാത്തെ സന്ദർശിച്ചതെന്നാണ്. അതിന് പിന്നീട് പലരും വ്യാഖ്യാനിച്ചത് 3 ദൈവദൂതന്മാർ വന്നുവെന്നാണ്. പക്ഷേ ഈ ദൈവദൂതന്മാർ എന്ന് പറയുന്ന 3 പേര് വന്ന് അവർക്ക് അബ്രഹാം നല്ലൊരു വിരുന്നൊരുക്കി. ഈ വിരുന്നൊരുക്കിയിട്ടും അബ്രഹാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദൈവദൂതന്മാരാണ് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അബ്രഹാം സാറയും ആ മേശയിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ മാറി നിന്നത് ഇവർക്ക് ഏറ്റവും അടുത്തുപോയി നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുപോയി നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ആരോ ആണ് അവിടെയുള്ളത്.
അതുകൊണ്ടാണ് മാറി നിന്നത് എന്ന് പറയുന്നു. ഇനി അതിന് മുമ്പുള്ള ഒരു വചനത്തില് ഈ 3 പേരെ കാണുമ്പോൾ അബ്രഹാമും സാറയും ഈ 3 പേരെ കുമ്പിട്ട് ആരാധിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. കുമ്പിട്ട് ആരാധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. ആരാധന ആർക്ക് മാത്രമാണുള്ളത്? ആരാധന ആർക്ക് മാത്രമാണുള്ളത്? ആരാധന ആർക്ക് മാത്രമുള്ളത്? മാതാവിന് ആരാധനയുണ്ടോ? മാതാവിനെ നമുക്ക് ആരാധിക്കാമോ? മാതാവിനെ ആരാധിക്കാമോ? ഉണ്ടെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കുക. അപ്പോൾ അറിയാലോ, നിങ്ങൾ പറയുന്ന എനിക്ക്. മാതാവിനെ ആരാധിക്കാമോ? ഉണ്ടെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഇല്ലെന്ന് പറയുന്നവര് ഇല്ല എന്നുള്ള ഉത്തരത്തിലാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നവരാണോ? ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇല്ലെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഇനി ബാക്കിയുള്ള ഇല്ലെന്ന് പറയുന്നവർ, ബാക്കി കുറേ പേര് ഇല്ലെന്ന് പറഞ്ഞു. ആരാധന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആർക്ക് മാത്രമാണ്? ദൈവത്തിന് മാത്രമേ ആരാധനയുള്ളൂ. ബാക്കി വിശുദ്ധർക്കും മാതാവിനുള്ളത് എന്താണ്? വണക്കവും ബഹുമാനവും. നമ്മൾ മാതാവിനെയും മറ്റ് വിശുദ്ധരെയും നമ്മൾ ബഹുമാനിക്കുന്നു, അവരെ വണങ്ങുന്നു. ആരാധന ആർക്ക് മാത്രമാണ് ഉള്ളത്? ദൈവത്തിന് മാത്രം. അബ്രഹാം ഈ വന്ന 3 പേരെ കുമ്പിട്ട് ആരാധിച്ചു എന്ന് പറയുമ്പോൾ അവർ ദൈവദൂതന്മാരാണോ, അല്ലെങ്കിൽ ദൈവം തന്നെ ആയിരുന്നോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അബ്രഹാം സാറയും ഈ 3 പേരെ കുമ്പിട്ട് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവദൂതന്മാരല്ല, അത് ദൈവമായിരുന്നു. 3 ആളുകൾ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പറയുന്നത് ഈ 3 പേരെന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഇതാണ് പഴയ നിയമത്തില് ത്രിയേക ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യം കാണുന്നതും അനുഭവിക്കുന്നതും ആരാണെന്നറിയാമോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതും ആദ്യം അനുഭവിക്കുന്നതും ആരാണെന്നറിയാമോ? അറിയാമോ? ആരാണെന്നറിയാമോ? പുതിയ നിയമത്തില് പരിശുദ്ധ അമ്മയാണ്. നമ്മൾ വലിയ മരിയ ഭക്തരാണ് അല്ലെ, എങ്കിലും ത്രിയേക ദൈവം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് നമുക്കറിയണമല്ലോ. മംഗളാവാർത്ത സമയത്ത് ദൈവമാണ് ദൂതനെ അയക്കുന്നത് അല്ലെ. എന്നിട്ട് ദൂതൻ പറയുന്നത് എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ. പിതാവിന്റെ സാന്നിധ്യമാണ് ആദ്യമേ പറയുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ ആരുടെ സാന്നിധ്യമായി? പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം. രണ്ടാമത്തേത് എന്താണ് വചനം പറയുന്നത്? പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും. അപ്പോൾ ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായി. ഇനി ആവസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പുത്രൻ പ്രസവിക്കും. ദൈവം നിന്നോട് കൂടെ എന്ന് വിളിക്കപ്പെടുന്ന എമ്മാനുവൽ അല്ലെങ്കിൽ ദൈവപുത്രൻ ജനിക്കും. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത സമയത്ത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണുന്നത് ഇവിടെയാണ്. പുതിയ നിയമം ആരംഭിക്കുന്നത് മംഗളവാർത്തയിലൂടെയാണ്. അവിടെ തന്നെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാം. അത് ആദ്യമേ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചതും ഈ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെയാണ്. ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മംഗളവാർത്ത സമയത്ത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കുന്നു. പിന്നീട് മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് എവിടം മുതലാണ്? മത്തായി സുവിശേഷത്തില് യേശുവിന്റെ ജ്ഞാനസ്നാനം മുതൽ. യേശുവിന്റെ ജ്ഞാനസ്നാനം മുതലാണ് ആദ്യത്തെ 3 സുവിശേഷങ്ങളില് യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ കാനായിലെ അത്ഭുതം. അപ്പോൾ യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഈ ജ്ഞാനസ്നാന അവസരത്തിലൂടെയാണ്. ജ്ഞാനസ്നാന അവസരത്തിൽ യേശു സ്നാപക യോഹന്നാന്റെ അടുക്കിലേക്ക് വരുന്നു. ആ സമയത്ത് എന്തൊക്കെ മാറ്റവും സംഭവിക്കുന്നത്? സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ ശിരസിലേക്ക് വരുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു മൊഴി ഉണ്ടാവുന്നു. എന്തായിരുന്നു ആ മൊഴി? ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശു ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന
ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വളരെ വ്യക്തതയോടുകൂടെ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ 15-ാം അധ്യായം മുതൽ അവസാനം വരെയുള്ള ലേഖനങ്ങൾ 15, 16, 14, 15, 16, 17, 18 അധ്യായങ്ങളിൽ യേശു തന്നെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നെ അറിയുന്നവർ പിതാവിനെ അറിയുന്നു. ഫിലിപ്പോസ് പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? യേശു എന്താ പറയുന്നത്? ഫിലിപ്പോസെ, ഇത്രയും കാലം നീ എന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ ആരാണെന്ന് നീ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ നീ എങ്ങനെയാണ് ചോദിക്കുന്നത് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഈ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം തന്നിലും ഉണ്ട് എന്ന് വളരെ വ്യക്തതയോടുകൂടെ യേശുനാഥൻ പറഞ്ഞു വെക്കുകയാണ്. സുവിശേഷം അവസാനിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നത് യേശുവിന്റെ സ്വർഗാരോഹണത്തോടുകൂടിയാണ്. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം നൽകുവിൻ. ക്രിസ്തു തന്നെ പറയുന്നത് എങ്ങനെ ജ്ഞാനസ്നാനം നൽകുവാനാണ്? ത്രിയേക ദൈവത്തിന്റെ പേരില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. നമ്മുടെ കൂട്ടത്തില് നമ്മളെ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ, ഈ 3 സഭകൾക്ക് പുറത്ത് ഒത്തിരി സഭകളുണ്ട്. അവരെ എന്തുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താത്തത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് നമ്മളുമായിട്ട് ഐക്യമില്ലാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ജ്ഞാനസ്നാനം കൊടുക്കുന്ന അവസരങ്ങളിൽ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ യേശു തന്നെ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞഴക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുവാനാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ കാണാം. ഇനി അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിതാവായ ദൈവമാണ് ഒരു മുഖ്യ കഥാപാത്രമായിട്ടുള്ളതെങ്കിൽ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ ക്രിസ്തുവാണ് ഒരു മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ നോക്കിയാൽ ആരാണ് പ്രവർത്തിക്കുന്നത്? മുഴുവനും പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പൊ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ത്രിയേക ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ത്രിയേക ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് ഇവർ 3 പേരും ഒരുമയുള്ളവരാണ്. ഇവരുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഐക്യവും സ്നേഹവും വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ പിതാവിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആർക്കറിയാം? പുത്രനറിയാം. അതുകൊണ്ടാണ് യേശു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? പിതാവ് എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പിതാവ് പറയാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പിതാവ് എന്തൊക്കെയാണോ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിൽ നിന്ന് എന്തെല്ലാമാണോ കണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവായ ദൈവം എന്താണോ ക്രിസ്തു ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവസാനിപ്പിച്ചിട്ട് പോയത്, അതിന്റെ പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാവായ ദൈവം ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ 3 പേരും എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവമുള്ള വ്യക്തികളല്ല, മറിച്ച് ഇവർ പരസ്പരം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അറിവുകളെല്ലാം പരസ്പരം പറഞ്ഞു കൊടുക്കുന്നവരാണ്. പിതാവിനെ അറിയാവുന്നതെല്ലാം പുത്രനറിയാം, പുത്രനറിയാവുന്നതെല്ലാം പരിശുദ്ധാത്മാവായ ദൈവത്തിനും അറിയാം. അപ്പൊ ത്രിയേക ദൈവത്തിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഒരു രഹസ്യ സ്വഭാവവും ഇവർക്കിടയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ത്രിയേക ദൈവത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിച്ചെടുക്കുന്നതും ഈ ഒരു സ്വഭാവം നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും പരസ്പരം സ്നേഹമാണെങ്കിലും സങ്കടമാണെങ്കിലും വിഷമതകളൊക്കെ ആണെങ്കിലും പരസ്പരം പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ഐക്യവും സ്നേഹവും നിലനിൽക്കുകയുള്ളൂ. ത്രിയേക ദൈവത്തിന്റെ ഐക്യവും സ്നേഹവും ഒത്തൊരുമയും എന്ന് പറയുന്നത് ഈ സ്വയം വെളിപ്പെടുത്തലായിരുന്നു. അവരെ സ്വയം പങ്കുവെക്കലായിരുന്നു. പരസ്പരം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരു ഐക്യം, രഹസ്യങ്ങളില്ലാത്ത പരസ്പരം സ്നേഹവും ദുഃഖങ്ങളും പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന് ഏറ്റവും
മാതൃകപരമായ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അത് നസ്രത്തിലെ കുടുംബം തന്നെയാണ്. അവിടെയും ഒരു ത്രിയേക ദൈവങ്ങളെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം പോലെ 3 വ്യക്തികളെ നമുക്ക് കാണാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോ, മറിയം, യൗസേപ്പേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഒരു ത്രിയേക ദൈവത്തെ പോലെ 3 വ്യക്തികളാണ് ആ കുടുംബത്തിലുള്ളത്. പിതാവ്, മാതാവ്, പുത്രൻ. ഒരു കുടുംബത്തിന്റെ ഒരു സാഹചര്യമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 3 പേരെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇവിടെ അവർ പരസ്പരം അവരുടെ വിഷമതകളൊക്കെ പറയുന്നതും അവർ ഒരുമയോടുകൂടെ നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കുന്നത് നമുക്ക് കാണാം. പരിഭവങ്ങളും പരാതികളും എല്ലാം പറയുന്നത് മറിച്ച് ഒരുമയോടുകൂടെ നിൽക്കുവാൻ, ഇന്നത്തെ ദിവസത്തെ എങ്ങനെ അതിജീവിക്കണം, ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷമതകളെയും സഹനങ്ങളെയും എങ്ങനെ അതിജീവിക്കണമെന്ന് അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തില് യൗസേപ്പ് പിതാവ് ഒരു പരാതി പറയുന്നതായിട്ടോ പരിശുദ്ധ അമ്മ ഒരു പരാതി പറയുന്നതായിട്ട് നമ്മൾ കാണാത്തത്. ഈശോ എവിടെയെങ്കിലും പറഞ്ഞോ എൻ്റെ മാതാപിതാക്കള് ഇങ്ങനെയുള്ളവരാണ്, ഒത്തിരി കുറവുകളുള്ളവരാണ്, എനിക്ക് ജനിക്കുവാൻ ഒരു ഭവനം പോലും തരാത്തവരാണ് എന്ന് ഈശോ എവിടെയെങ്കിലും പരാതി പറഞ്ഞോ? പരിശുദ്ധ അമ്മ എവിടെയെങ്കിലും ഒരു പരാതി പറഞ്ഞോ? യൗസേപ്പ് പിതാവ് എവിടെയെങ്കിലും ഒരു പരാതി പറഞ്ഞോ? ഒരു യുവാവായിട്ടുള്ള മനുഷ്യനായിരുന്നു യൗസേപ്പ് പിതാവ്. എല്ലാ യുവാക്കളെയും പോലെ ഒരു ജീവിത പങ്കാളിയോടൊപ്പം, മക്കളോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നുള്ളത് ഏതൊരു യുവാവിനെയും പോലെയും യൗസേപ്പ് പിതാവിന്റെ ആഗ്രഹമായിരുന്നു. യൗസേപ്പ് പിതാവിന് അത് ലഭിച്ചോ? അങ്ങനെ ഒരു നല്ലൊരു കുടുംബ ജീവിതം യൗസേപ്പ് പിതാവിന് ലഭിച്ചായിരുന്നു? ഒരിക്കലുമില്ല. നമുക്ക് തീർച്ചയാണ്. എങ്കിലും ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി തന്റെ ജീവിത പങ്കാളിയോടൊപ്പം നിന്ന്, തന്റെ ജീവിത പങ്കാളിയോടൊപ്പം കൂടെ നിന്ന് അതിനെ അതിജീവിക്കുവാൻ യൗസേപ്പ് പിതാവിന് സാധിച്ചു. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവിന്റെ കൂടെ നിൽക്കുന്നതാ. രണ്ടുപേരും ശാരീരികമായ ബന്ധത്തിൽ ഒന്നല്ല എങ്കിലും അവർ ഹൃദയം കൊണ്ടൊന്നായിരുന്നു. ദൈവം അവരെ യോജിപ്പിച്ചത് ദൈവത്തിന്റെ പുത്രന് ജനിക്കുവാനുള്ള ഒരു വേദിയായിട്ട് മാത്രമാണ്. എങ്കിൽ പോലും പരസ്പരം കുറ്റങ്ങളോ പരിഭവങ്ങളോ പറയാതെ അവർ ഒരേ മനസ്സോടെ അവർ ആ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെല്ലാം നേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു പങ്കാളിത്തവും പങ്കുവെക്കുവാനുള്ള മനസ്സും നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വേദനകളൊക്കെ നമ്മൾ എങ്ങനെയാണ് സഹിച്ചു കളയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? നമ്മുടെ ജീവിത പങ്കാളിയോടൊന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മുടെ വിഷമം പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം നമ്മുടെ ജീവിത പങ്കാളി ആ ഒരു വിഷമത്തെ സ്വീകരിക്കുന്നത്? നമ്മുടെ മക്കള് നമ്മോട്, മാതാപിതാക്കളെ നമ്മോട് ഒരു വിഷയം പറഞ്ഞാൽ, അവിടെ ഒരു പ്രയാസം പറഞ്ഞാൽ, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്? ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയായിരിക്കാം അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ ആ വാക്കുകൾ കേൾക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? അവിടെ വിഷമതകളും സഹനങ്ങളും വേദനകളൊക്കെ കേൾക്കുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ടോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ടോ? ഇന്നത്തെ കുടുംബത്തിൽ കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് ഈ സമയത്തിന്റെ ഒരു അപര്യാപ്തതയാണ്. ജീവിത പങ്കാളികൾക്ക് പരസ്പരം കൊടുക്കുവാൻ സമയമില്ല. തിരക്കുകളാണ്. രാവിലെ 4 മണി 5 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 9-10 മണി വരെ തിരക്കുകളാണ്. സ്കൂളിൽ മക്കളെ വിടാനുള്ള തിരക്കുകൾ, ജീവിത പങ്കാളിക്കുള്ള കാര്യങ്ങൾ ഒരുക്കുക, അതിനുശേഷം തനിക്ക് പോകാനുള്ള കാര്യങ്ങൾ ഒരുക്കുക. ഇങ്ങനെ യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പോലെയാണ് ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം ഒന്ന് കാണാനോ സംസാരിക്കാനോ കഴിയാതെ എത്ര ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് പോയിട്ടുണ്ട്. മക്കളോട് പോലും ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ എത്രയോ രാത്രികളിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. മക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ, എന്നാൽ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, സമ്പാദിക്കുന്നത് എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. എന്ന് അവരെ കേൾക്കുവാനോ അവരെ ഒന്ന് ശ്രവിക്കുവാനോ അവരോടൊപ്പം ഒന്ന് സ്നേഹം പങ്കിടുവാനോ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? നമ്മളെ തിരക്കുകളുടെ പുറത്ത് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ജീവിതത്തിന്റെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മദ്യവും മയക്കുമരുന്നുമല്ല, മറിച്ച് സമയത്തിന്റെ കുറവാണ്. സമയത്തിന്റെ കുറവ്. കൊടുക്കേണ്ട സമയം ജീവിത പങ്കാളികൾക്കും മക്കൾക്കും കൊടുക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ കുടുംബ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മക്കളെ ഒന്ന് ശ്രവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളിയെ ഒന്ന് ശ്രവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയേനെ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലാതെ മനസ്സിന് സമാധാനം കിട്ടുന്ന, എന്ത് സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, എവിടെയെല്ലാം സ്ഥലമുണ്ടെന്ന് പറഞ്ഞാലും, എത്രമാത്രം പണം ബാങ്ക് അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞാലും,
മനസ്സിന് സമാധാനമില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? മനസ്സിന് സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയോടുകൂടെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്ത് കാര്യമാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് ചെയ്യാൻ പോയായിരുന്നു ഒരു സ്കൂളിൽ. അപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ വിഷമതകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞ് വന്നു. അവൻ വന്നിട്ടും നിലവിളിയാണ്. എന്താണ് കാര്യം എന്ന് പറയുന്നില്ല, നിലവിളിയാണ്. കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ചോ എനിക്ക് ഒരമ്മയെ തരാൻ പറ്റുമോ? ആ കുഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്, അച്ചോ എനിക്കൊരു അമ്മയെ തരാൻ പറ്റുമോ? അത് ഒരു ഹൈന്ദവ സ്കൂളായതുകൊണ്ട് നമുക്ക് നമ്മുടെ അമ്മയെ പരിചയപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിലും മനസ്സിലുള്ളത് എന്തുത്തരം കൊടുക്കണമെന്നാണ്, നിനക്കൊരു അമ്മയെ തരാം, പരിശുദ്ധ അമ്മയെ കൊടുക്കാം എന്നുള്ള ഒരു ഉത്തരം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കുഞ്ഞ് പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നത്. കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും അവസാനമേ നമുക്ക് ഉത്തരവായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടാൻ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ ഒരു ഉത്തരവായിട്ട് മനസ്സിൽ വെച്ചത് ഈ അമ്മയെ കൊടുക്കാം എന്ന് പറയാമെന്ന് കരുതിയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്ക് അമ്മയെ തരാം, എന്താണ് നിൻ്റെ വിഷയം, എന്താ നിൻ്റെ സങ്കടം? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് ഇതാണ്, എൻ്റെ അമ്മ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചേട്ടനോടുകൂടെ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം എൻ്റെ അപ്പൻ എല്ലാ ദിവസവും വന്ന് എന്നെ ഉപദ്രവിക്കലാണ്. എല്ലാ ദിവസവും അമ്മ പോയതിനുള്ള ദേഷ്യം മുഴുവനും അപ്പൻ തീർക്കുന്നത് എൻ്റെ ശരീരത്താണ്. എന്നിട്ട് അവൻ 2 ബട്ടൺസ് ഇങ്ങനെ ഊരി, 2 ബട്ടൺസ് ഊരിയിട്ട് ഈ രക്തം ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന പോലെ, എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെയും ഈ ഉപദ്രവം നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇങ്ങനെ മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന രീതിയിൽ നിൽക്കുക. ഇപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞത്, നമുക്ക് കൗൺസിലിങ്ങിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബോഡി ഹാം വന്നു കഴിഞ്ഞാൽ നേരെ അധ്യാപകരെ അറിയിക്കുക, എന്നിട്ട് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളത്. കാരണം ഇതെല്ലാം ചൈൽഡ് അബ്യൂസിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അധ്യാപകരെ അറിയിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ അധ്യാപകരെ വിളിച്ച് അറിയിക്കട്ടെ. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ് അധ്യാപകരെ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ കേസ് നടക്കുകയാണ്. സ്വന്തം അപ്പനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന മകനാ, എന്ത് ചെയ്യാനാണ്, ഉപദ്രവമാണ്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നത്, ഒരു പക്ഷേ എൻ്റെ അപ്പൻ എന്നെ ഉപദ്രവിക്കുന്നത് നിർത്താൻ എനിക്കൊരു അമ്മയെ കിട്ടിയാൽ ഒരു പക്ഷേ എൻ്റെ അപ്പൻ എന്നെ ഉപദ്രവിക്കുന്നത് നിർത്തും. പ്രിയമുള്ളവരെ, ഇത് ഒരു കുഞ്ഞിൻ്റെ കഥയാണ്, ഒരു കുഞ്ഞിൻ്റെ കഥ. ഇതുപോലെ 10-30 കുഞ്ഞുങ്ങളെ 5 ദിവസമായിട്ട് കൗൺസിലിങ്ങിന് നിന്നാൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിലും അവിടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് വീട്ടിലെ മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയാണ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ സമയം കൊടുക്കുന്നില്ല എന്ന്. നല്ല ഒരു 1-ാം സ്കൂളാണ്, വലിയ സ്കൂളാണ്, ഒത്തിരി പൈസ കൊടുത്ത് അഡ്മിഷനൊക്കെ മേടിച്ചു കൊടുത്ത സ്കൂളാണ്. പക്ഷേ ഈ മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾക്ക് അറിയുന്നില്ല. മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല. മാതാപിതാക്കൾ ചിന്തിക്കുന്ന മക്കൾക്ക് നല്ല സ്കൂള് ഒരു അഡ്മിഷൻ കൊടുത്താൽ അവർ ഹാപ്പിയായി, അവർക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുത്താൽ അവർ ഹാപ്പിയായി. അവർ പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ഈ ബാഹ്യമായി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അവർ സന്തോഷവതികളായി സന്തോഷവാന്മാരായി എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ധാരണ. ഒരിക്കലുമില്ല. അവർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ സമയമാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. 30ഓളം പിള്ളേരെ ഞാൻ കൗൺസിലിംഗ് നടത്തി. അതോടൊപ്പം എന്നോടൊപ്പം മറ്റ് 7ഓളം പേരുണ്ടായിരുന്നു. ഈ 7 പേരും പറഞ്ഞത് ഇത് തന്നെ. കുഞ്ഞുമക്കളെ കൗൺസിൽ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇതാണ്, മാതാപിതാക്കള് മക്കളെ ശ്രദ്ധിക്കുന്നില്ല. മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, പെൺകുട്ടികൾ ഉൾപ്പെടെ പറയുന്നതാണ്, അവർക്കൊരു വിഷയം വന്നാൽ, അവരെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നതായിട്ട് കണ്ടാൽ ഒന്ന് വന്ന് പറയാൻ മാതാപിതാക്കള് ചെവി കൊടുക്കാറില്ല. ആ കുട്ടികളുടെ ഒരു വിഷയം വന്ന് പറയാൻ അമ്മമാർക്ക് സമയമില്ല, അപ്പന്മാർക്ക് സമയമില്ല. ഇതാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. ഇത് പറയുന്ന അച്ഛന്മാരല്ല നിങ്ങളെ കുറ്റം പറയുന്നത്, നിങ്ങളുടെ മക്കള് നിങ്ങളെക്കുറിച്ച് പറയുന്ന, നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ്. നിങ്ങളുടെ ഒരു മിനിറ്റ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ, നിങ്ങളുടെ 1 മണിക്കൂർ നിങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ, നാളെ ഒരിക്കൽ 1 മണിക്കൂറിന് പകരം അവർ എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചെലവിടും? ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെച്ചില്ല എങ്കിൽ, ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി 1 മിനിറ്റ് മാറ്റിവെച്ചില്ല എങ്കിൽ, നാളെ അവർ നിങ്ങൾക്ക് വേണ്ടി എത്ര മണിക്കൂർ മാറ്റിവെക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്?
നിങ്ങൾ അവർക്ക് നല്ല സ്കൂൾ നൽകിയെങ്കിൽ നാളെ അവർ നിങ്ങൾക്ക് എന്ത് തരും? നല്ല നല്ല എന്ത് തരുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും നല്ല ഓൾഡ് ഏജ് ഹോം, ഏറ്റവും AC കിട്ടുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഒരു ഓൾഡ് ഏജ് ഹോം നിങ്ങൾക്ക് മേടിച്ചു തരും. കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ സമയം കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ അവർക്ക് സമയം തരാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾ എന്താണ് ചെയ്തത്? നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തു, അതുപോലെ നിങ്ങൾക്കും ഒരു അഡ്മിഷൻ എടുത്ത് തരും. ഇങ്ങനെ ഒത്തിരി അഡ്മിഷൻ കിട്ടിയ ഒത്തിരി പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? മക്കൾക്ക് വേണ്ടി ജീവിച്ച്, മക്കൾക്ക് വേണ്ടി സർവവും ഉപേക്ഷിച്ച് അവസാനം ആരും പോലും ഇല്ലാതെ നോക്കാതെ റോഡിലൂടെ നടന്നു പോകുന്നവരെയും, അതുപോലെ വ്യത്യസ്തമായ വൃദ്ധസദനങ്ങൾ കഴിയുന്നവർ, അവരൊന്നും മക്കളെ നോക്കാത്തത് കൊണ്ടല്ല, മക്കളെ നന്നായിട്ട് നോക്കിയത് കൊണ്ടാണ് അവർക്ക് അവിടെ താമസിക്കേണ്ടി വന്നത്. പക്ഷേ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് കൊടുക്കാൻ മറന്നുപോയി. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അടങ്ങുന്ന നസ്രത്തിലെ കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. അവർ പരസ്പരം അവരുടെ ജീവിതത്തിലെ വിഷമതകളെ പങ്കുവെക്കുവാനും ഒരുമയോടുകൂടെ ആ ഭവനത്തിലായിരിക്കുവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ കുടുംബത്തെ തിരുക്കുടുംബമായിട്ട് മാറ്റിയത്. പരസ്പരം കേൾക്കുവാനും പരസ്പരം വിഷമതകളൊക്കെ പങ്കുവെക്കുവാനും അവർക്ക് സാധിച്ചു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു അവസരമുണ്ടോ? എത്രമാത്രം നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം ഒന്ന് ഇരുന്ന് സംസാരിക്കാറുണ്ട്? നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ എടുത്ത് നോക്കിയാൽ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ കൃത്യം 7 മണിയാകുമ്പോൾ സന്ധ്യമണി അടിക്കും. സന്ധ്യമണി അടിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മക്കൾ എവിടെ ഉണ്ടെങ്കിലും സന്ധ്യമണി അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ ഉണ്ടാവും? വീട്ടിലുണ്ടാവും. സന്ധ്യമണി അടിച്ച കാലും കഴിയൊക്കെ കഴുകി നമ്മൾ ജപമാല ചൊല്ലാൻ നമ്മൾ വന്ന് രൂപത്തിൻ്റെ നടയിൽ മുട്ടുകുത്തും. അവിടെ നിന്ന് നമ്മുടെ പിന്നെ രാത്രിത്തെ ജീവിതം ആരംഭിക്കുന്നത്. 7 മണി തുടങ്ങിയാൽ വീടിനുള്ളിലാണ് പ്രാർത്ഥന. ഒരുമിച്ച് ഇരുന്ന് വട്ടം ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കും, മക്കളും മാതാപിതാക്കളും ചേർന്ന്. ഈ ഒരു സ്നേഹം, ഈ ഒരു ഐക്യം, ഇങ്ങനെ പരസ്പരം ഒരുമയോടുകൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് 7 മണി എന്ന് പറയുന്നത് ഈ TV-യും സീരിയലുകളും വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ TV-യും ഇല്ല, സീരിയലും ഇല്ല. 7 മണി കഴിഞ്ഞാൽ പരിപാടിയെല്ലാം തീർന്നു. 9 മണി ആകുമ്പോൾ നമ്മളെല്ലാവരും ഉറക്കത്തിലാവും. 10 മണി 11 മണി എന്ന് പറയുന്ന നമ്മുടെ ഉറക്കത്തിൻ്റെ ഏറ്റവും ഗാഢമായ സമയമാണ്. 9 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ ഒരാളെയും പുറത്ത് കാണത്തില്ല, എല്ലാവരും ഉറക്കമായിരിക്കും. ഇന്ന് നമ്മുടെ മക്കള് 7 മണിയാകുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്. പഠിക്കാൻ പോയിട്ട് വന്നാണെങ്കിൽ, ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും, ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുന്ന എപ്പോഴാണ്? മാതാപിതാക്കൾ തിരിച്ചു വരുന്നത് മക്കളെ കണ്ടാൽ കണ്ട്. കാരണം വാതിൽ തുറന്നിട്ടാണല്ലോ കിടക്കുന്നത്. അവരെപ്പോൾ വന്നു, അവരെപ്പോൾ വന്ന് കിടന്നു, നമ്മൾ എന്തെങ്കിലും അറിയാറുണ്ടോ? പല കുടുംബങ്ങളിൽ ഇത് അറിയാറില്ല. 10 മണിക്ക് കിടന്ന് ഉറങ്ങിയിരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ 10 മണിക്ക് നമ്മുടെ മക്കൾ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. നമ്മൾ ജപമാലയെല്ലാം ചൊല്ലിപ്പഠിച്ചത് ഏതെങ്കിലും സ്കൂളിൽ പോയി ചൊല്ലിപ്പഠിച്ചതാണോ? ജപമാല ചൊല്ലിപ്പഠിച്ചത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ജപമാല ബൈഹാർട്ടായിരിക്കും. കർത്താവിൻ്റെ മാലാക തുടങ്ങി ഔസേപ്പിതാവിൻ്റെ പ്രാർത്ഥന വരെയുള്ള പ്രാർത്ഥനകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു 90% പേർക്കും ബൈഹാർട്ടായിരിക്കും. ഇത് ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചതാണോ? ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിച്ചതാണോ? ശൈലേപനത്തിന് പഠിച്ചതാണോ? അല്ല. നമ്മളെ ആ കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കള് ജപമാല ചൊല്ലുന്ന സമയത്ത് നമ്മളെ കൊണ്ടാണ് ചൊല്ലിച്ചത്. ആ പുസ്തകത്തിലെ തെറ്റുകളാണെങ്കിൽ പോലും നമ്മളെ കൊണ്ടാണ് ജപമാല ചൊല്ലിച്ചത്. ആ പ്രാർത്ഥനകളെ ഇന്നും ബൈഹാർട്ട്. സങ്കീർത്തനം 91, സങ്കീർത്തനം 23, ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചത്? പള്ളിയിലെ സങ്കീർത്തനം 23, 91 നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? വർഷത്തിൽ 1 തവണയോ 2 തവണയോ. പക്ഷേ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ സങ്കീർത്തനം 23, 91 നമ്മൾ ദിവസവും ചൊല്ലാറുണ്ട്. അത് ചൊല്ലി 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 നമ്മൾ ബൈഹാർട്ടായി. ഇന്ന് നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്ക്, ഇന്ന് പഠിച്ചു വരുന്ന എത്ര കുഞ്ഞുങ്ങൾക്ക് സങ്കീർത്തനം 91 കാണാപ്പാടം അറിയാം, സങ്കീർത്തനം 23 കാണാപ്പാടം അറിയാം, സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ എത്ര പേർക്ക് അറിയാം, കർത്താവിന്റെ മാലാഖ എത്ര പേർക്ക് കാണാപ്പാടം അറിയാം? കാരണം സന്ധ്യപ്രാർത്ഥനയ്ക്ക് നമ്മുടെ മക്കളില്ല. ഇനി നമ്മൾ സന്ധ്യപ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ, ഈ പ്രാർത്ഥനയുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞ് വരുന്നൊരു സാധനം കൂടിയുണ്ട്. അതാണ് ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ.
അവിടെയാണ് സംസാരമെല്ലാം നടക്കുന്നത്. ആ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും നാളെ ചെയ്യേണ്ടതും ഇനി വരുന്ന ദിവസങ്ങളിലെ കല്യാണങ്ങളും മറ്റ് അടിയന്തരങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ആ രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. ഇന്ന് എവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? എവിടെയാണ് സംസാരമുള്ളത്? ആരുടെ കയ്യിലാണ് ഈ ഫോണില്ലാതിരിക്കുന്നത്? ഒരു കയ്യിൽ പാത്രത്തിൽ, ഒരു കയ്യിൽ പാത്രവും മറു കയ്യിൽ ഫോണും. കണ്ണ് പാത്രത്തിലാണോ ഫോണിലാണോ എന്ന് നമുക്ക് പോലും അറിയാൻ പാടില്ല. ഇനി ഇടയിൽ ടി വി ഇരിക്കുന്നുണ്ട് അല്ലേ? ഒരു പാത്രം കയ്യിലൊരു പാത്രം മൊബൈൽ ഇരിക്കുന്നു, പിന്നെ കണ്ണെവിടെ ഇരിക്കുന്നു? നേരെ ടി വിയിൽ. 3 ശ്രദ്ധയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്? ഈ ഒരു പോരായ്മയാണ് ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ മാത്രമല്ല, പൊതുവായിട്ട് എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയം. ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഓരോ ദിവസവും നമ്മൾ ടി വി മാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ. ടി വി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെയും ഒത്തിരി നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും പങ്കാളിത്തവും പങ്കുവെക്കലും ഇല്ലാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒത്തിരി മാറ്റങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ട കേരളമോ ഇന്ന് കണ്ട പുന്നപ്പറയോ പറവൂറോ അല്ല നാളെ. എന്തെങ്കിലും ഒരു വ്യത്യാസമെങ്കിലും ഈ ചുറ്റുപാട് സംഭവിച്ചിരിക്കും. ഇനി ഈ ദേവാലയത്തിൽ നമ്മൾ നോക്കിയാൽ ഈ തിങ്കളാഴ്ച കാണുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത തിങ്കളാഴ്ച. ഒന്നുമില്ലെങ്കിൽ ഇവിടേക്കുന്ന ഫ്ലവറെങ്കിലും മാറും. ഏറ്റവും കുറഞ്ഞത് ഇവിടേക്കുന്ന ഫ്ലവറെങ്കിലും മാറും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടും ഒത്തിരി മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ നടക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ മക്കളുടെ സംസാര രീതി, പെരുമാറ്റ രീതി, ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിത പങ്കാളികളെയും നമ്മളെയും നമ്മൾ നോക്കിയില്ലെങ്കിൽ ആര് നോക്കാനാണ്? ഇന്ന് നമ്മളെ തന്നെ നോക്കാൻ നമുക്ക് സമയമില്ല. അപ്പോഴാണ് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നല്ലൊരു കുടുംബ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നല്ലൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കളോടൊത്ത് സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരസ്പരം ഒരുമയോടുകൂടെ ഭവനത്തിൽ, എപ്പോഴും അച്ഛന്മാർ പറയുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പല സുവിശേഷ പ്രഘോഷകരും പറയും, ഒരു നേരമെങ്കിലും ഒരുമയോടുകൂടെ ഭവനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നേരമെങ്കിലും ഒരുമയോടുകൂടെ, ഒരു സ്വർഗസ്നായ പിതാവെയെങ്കിലും ഒരുമയോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലേക്ക് എപ്പോൾ വരുന്നുവോ അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, നമ്മൾ ആഗ്രഹിക്കാത്ത മാറ്റങ്ങളല്ല, നമ്മൾ എന്താണോ നമ്മുടെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അപ്രകാരമുള്ള മാറ്റം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവിധ സന്തോഷവും അനുഭവിക്കുന്നവരല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തമായ വേദനകളുണ്ട്. ചിലവർ രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവരാകും, കടബാധ്യതകളുള്ളവരാകും, കുഞ്ഞുങ്ങളില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരായിരിക്കാം, മക്കളുടെ വിദ്യാഭ്യാസ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ മദ്യപാനവും മയക്കുമരുന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാകും. ഏതെങ്കിലും അസ്വസ്ഥത അനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? പൂർണ്ണ സമാധാനത്തോടെ പൂർണ്ണ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു വിഷമതയും ഇല്ലാതെ, ഒരു ദുഃഖവും ഇല്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഒരാളും ഇല്ല. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ വേദനകളുണ്ട്. പക്ഷേ ഈ വേദനകൾ നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും? നമ്മുടെ കുറവുകളോടുകൂടെ, നമ്മുടെ ബലഹീനതയോടുകൂടെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും? കുറെ നാൾക്ക് മുമ്പ് ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിൽ ഒരു ദമ്പതിമാരെ കാണാൻ ഇടയായി. ആ ദമ്പതിമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ചേച്ചി വീൽ ചെയറിലാണ്. ഈ പോളിയോ വന്ന അസുഖം ബാധിച്ച് കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ ബെഡ് റിഡനായിരുന്നു. ഇപ്പോൾ ചേച്ചി വീൽ ചെയറിലാണ്. ഇപ്പം വീൽ ചെയറിൽ നിൽക്കുന്ന ചേച്ചിക്ക് വിവാഹം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, ഒരു കുടുംബ ജീവിതം നയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സാധിക്കാത്ത ഒരാഗ്രഹമാണ്.
ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹം, അത് പെട്ടെന്ന് പോസിബിൾ ആകുന്ന സാധ്യതയുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ആ ചേച്ചിയുടെ ആഗ്രഹം ഇന്ന് സോഷ്യൽ മീഡിയ നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയല്ലോ. ചേച്ചി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഈ കുറവുകളോടുകൂടെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കിട്ടും. ഒരു കൊല്ലത്തുള്ള ഒരു ചേട്ടൻ ഈ ചേച്ചിയെ ഇങ്ങനെ ഈ മെസ്സേജ് കണ്ടു, വീട്ടിൽ വന്ന് അന്വേഷിച്ചു, ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ചേട്ടൻ്റെ വീടും ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് ഈ ചേച്ചിയെ വിവാഹം ചെയ്ത് ഈ ചേച്ചിയോടൊപ്പം ഇപ്പം ജീവിക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും അല്ല ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ. കുടുംബ യൂണിറ്റിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഈ ചേട്ടൻ ഈ ചേച്ചിയെ എടുത്തുകൊണ്ട് വരും. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്ന പോലെ ഈ ചേട്ടൻ ഈ ചേച്ചിയെ ഒക്കത്തിരുത്തിക്കൊണ്ടാണ് വരുന്നത് കുടുംബ യൂണിറ്റിൽ. എന്നിട്ട് കൊണ്ടുവന്ന് ഒരു കസേരയിൽ ഇരുത്തും. എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ചായ കുടിയൊക്കെ ഉണ്ടല്ലോ, ചേട്ടൻ വന്ന് ഈ ചേച്ചിക്ക് എടുത്തു കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും കടികളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കഴിക്കും. അതല്ല എന്തെങ്കിലും വെള്ളയപ്പമോ കറിയോ എന്തൊക്കെയാണെങ്കിൽ ചേട്ടൻ അവിടെ തന്നെ വാരിക്കൊടുക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ വരുമല്ലോ. ചോദ്യം ഇതായിരുന്നു, പുള്ളി ഷോ കാണിക്കുകയാണോ? അല്ലേ, നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്ന പോലെ ഷാജി ഇതെന്തൊരു പ്രഹസനമാണ് അല്ലേ, എന്തൊരു ഷോയാണെന്ന് പറയുന്ന പോലെ ഇതൊരു ഷോയാണോ എന്നറിയാൻ വേണ്ടി ആരോട് ചോദിച്ചാൽ മതി? ഇത് സത്യമാണോ ഇല്ലയോ എന്നറിയാൻ ആരോട് ചോദിക്കണം? അയൽവാസികളോട് ചോദിച്ചാൽ മതി, കൃത്യം സാധനം കിട്ടും അല്ലേ. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അയൽവാസികളോട് ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് ഉള്ളതും ചേർത്ത് ഇല്ലാത്തതും ചേർത്തൊക്കെ കറക്റ്റായിട്ട് തരും. അപ്പോൾ അയൽവാസികളായിട്ടുള്ള കുറച്ച് പേരോട് ചോദിച്ചു, ഈ ചേട്ടൻ ആത്മാർത്ഥതയോടുകൂടെയാണോ ഈ ചേച്ചിയെ ശുശ്രൂഷിക്കുന്നത്? ശരിക്കും ആത്മാർത്ഥതയുണ്ടോ? ഇപ്പോൾ അയൽവാസികൾ എല്ലാവരും പറഞ്ഞത്, അച്ഛൻ എന്താണോ ആ വീട്ടിൽ കണ്ടത്, ആ സമൂഹത്തിൽ കണ്ടത് എന്താണോ അതാണ് അദ്ദേഹം ആ വീട്ടിലും ആ ഭാര്യയോട് എവിടെയൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടല്ലോ. ഇത്രമാത്രം കുറവുകൾ ഒരു ജീവിത പങ്കാളിക്ക് ഉണ്ടായിട്ട് അതൊന്നും ഗവനിക്കാതെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഒരു ദിവസം ബസ് കയറാൻ നിൽക്കുമ്പോൾ ചേട്ടൻ ഈ ചേച്ചിയെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വരികയെ. ഞാൻ ചോദിച്ചു, എവിടെ പോകുന്ന? അച്ഛോ 3 ആദ്യ കുർബാന സ്വീകരണമുണ്ട്, 3 സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചിയെ വീട്ടിൽ നിർത്തിയിട്ട് പോയാൽ പോരെ? പറ്റത്തില്ല, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഇവളും ഉണ്ടാവും. അങ്ങനെ ഈ 3 ഇടങ്ങളിലും ഈ ചേട്ടൻ ഈ ചേച്ചിയും കൊണ്ട് കറങ്ങി നടക്കുക. എല്ലായിടത്തും കൊണ്ടുപോയി എല്ലായിടത്തും എല്ലാ കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഞായറാഴ്ച അവിടെ കുർബാനയ്ക്ക് നേതൃത്വം, നമ്മൾ കാഴ്ചവെപ്പ് എന്ന് പറയില്ലേ, ഞായറാഴ്ചത്തെ അവരുടെ സമൂഹത്തിൻ്റെ ആയിരുന്നു ക്രമീകരണം. ഞാൻ നോക്കിയപ്പോൾ ഈ ചേട്ടൻ ഈ ചേച്ചിയെ ഒക്കത്തെടുത്തിട്ട് വരിക കാഴ്ചവെപ്പിന്. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടടക്കുന്ന ചില വേദനകളൊക്കെ ഉണ്ട്, നമ്മുടെ കുറവുകളൊക്കെ ഉണ്ട്. എനിക്കതില്ല ഇതില്ല എന്ന് പറയുന്ന കുറേ കുറവുകൾ, ആ കുറവുകളൊക്കെ ഒന്നുമില്ലെങ്കിലും ആ നിമിഷം ഒരു കുറവുമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു അന്ന്. ഈ ഒരു ജീവിത പങ്കാളികളെ മാത്രം നോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ കുറവുകളെയും നമ്മുടെ പോരായ്മകളൊക്കെ എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിപ്പിച്ച ഒരു ജീവിത പങ്കാളിയായിരുന്നു അവർ. അവരുടെ ജീവിതത്തിലെ കുറവുകൾ അവർ പരസ്പരം മനസ്സിലാക്കി അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന ദമ്പതിമാർ. ആ ദമ്പതിമാരെ കണ്ടപ്പോൾ ഇന്നും ഇങ്ങനെയുള്ള ദമ്പതിമാർ പല ഇടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഇതുപോലെ ഒത്തിരി കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. കുടുംബത്തിന് അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഉള്ളതിനെ കൊണ്ട് തൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരപൂർണ്ണമാകും. നമ്മുടെ കുറവുകളെയൊക്കെ മനസ്സിലാക്കി ആ കുറവുകളോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര മനോഹരമാവും. കുറവുകളെ ഏറ്റവും മനോഹരമായി ജീവിച്ച പരിശുദ്ധ അമ്മ നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ എൻ്റെ കുറവുകളെല്ലാം മാറ്റിത്തരണമേ എന്നല്ല. നമ്മളിവിടെ വന്നിട്ടും കർത്താവേ എൻ്റെ രോഗം മാറ്റിത്തരണമേ, പരിശുദ്ധ അമ്മേ അങ്ങേ പുത്രനോട് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിലെ കടബാധ്യത മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവേ നീ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും
ഈ കുറവുകളോടുകൂടെ ജീവിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കുവാനുള്ള ആത്മധൈര്യം, ആത്മബലം എനിക്ക് നൽകണമേ. എനിക്കും നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നല്ലത്. നമ്മുടെ കുറവുകളോടുകൂടെ ജീവിക്കുവാനുള്ള ആത്മധൈര്യം എനിക്ക് തരണമേ എന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ കുറവുകളൊക്കെ ഒന്നും ഗവനിക്കാതെ ഉള്ള നല്ല കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുന്ദരമാക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരമായിക്കട്ടെ. കർത്താവെ, എൻ്റെ രോഗങ്ങൾ എടുത്ത് മാറ്റണമേ എന്നല്ല. ആ ഒരു രോഗി വന്ന് കർത്താവിനോട് പറയുന്നുണ്ടല്ലോ, കർത്താവെ, കുഷ്ഠരോഗി വന്ന്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എൻ്റെ ആഗ്രഹമല്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇപ്പൊ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് മനസ്സുണ്ടോ എൻ്റെ ഈ വിഷമത മാറ്റുവാൻ, എൻ്റെ ഈ ദുഃഖം മാറ്റുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അത് മാറ്റിത്തരണമേ. അതല്ല, ഈ ദുഃഖത്തോടുകൂടെ ഈ വേദനയോടുകൂടെ ജീവിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് ശക്തി തരണമേ, എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഓരോ വേദനകളെയും അത് സ്വർഗത്തിലേക്കുള്ള ഒരു കുഴുക്ക് വഴിയായിട്ട്, സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയായിട്ട് മാറ്റുവാൻ ആ അവസരങ്ങൾ എന്നെ പ്രാപ്തനാക്കട്ടെ, എൻ്റെ കുടുംബത്തെ പ്രാപ്തനാക്കട്ടെ എന്ന മനോഹരമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആ ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മ അനുഭവിച്ച സഹനങ്ങളെ കുറിച്ച് യാതൊരു പരാതികളും ഇല്ലാതെ ദൈവഹിതം നിറവേറ്റിയ അമ്മയെ കുറിച്ച്, അമ്മയും പരിശുദ്ധ ത്രിത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്, എളിമയിലും പരസ്പര ക്ഷമിച്ചുകൊണ്ടും ഒരുമയോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വചനത്തിലൂടെ നമ്മോട് പങ്കുവെച്ച, നമ്മെ ആത്മീയതയിലേക്ക് നയിച്ച സ്നേഹ ബഹുമാനപ്പെട്ട ആൻസൺ അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നന്ദി ഒന്നും ഉണ്ടായില്ല കേട്ടോ. എത്ര മനോഹരമായിട്ടാ ഫാദർ ക്ലാസ് എടുത്തത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. ഏതൊരു സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവം നമ്മോടും നീതി പുലർത്തും. ഒന്ന് ഉറക്കെ എല്ലാവരും കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി, ഹല്ലേലൂയ. നമുക്ക് സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് IMS അമ്മ തൻ്റെ തിരുക്കുമാരനിൽ നിന്ന് നമുക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിക്കുക. ആദ്യമായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് കടന്നു വരുന്നത് നീതു പുന്നപ്ര. എത്തിയിട്ടുണ്ടോ? നീതു പുന്നപ്ര. ജീജ വന്നിട്ടുണ്ടോ സാക്ഷ്യം പറയാനായിട്ട്? എടത്വയിൽ നിന്ന് ജീജ.
എൻ്റെ പേര് ജീജ. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. തിരുക്കുമാരിൽ നിന്നും IMS വഴി എനിക്ക് ലഭിച്ച 1-2 അനുഗ്രഹം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യം ഞാൻ എൻ്റെ മോൾക്കായിട്ട് സാക്ഷ്യം പറയുന്നു. അവൾ ആദ്യം CBSE പഠിച്ചത്. 9ാം ക്ലാസ് ആയപ്പം കേരള സിലബസിലോട്ട് മാറ്റി. അപ്പം കൊറോണ ടൈമൊക്കെ ആയിരുന്നു. ആദ്യം സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. 1-2 മാസം ഓൺലൈനായിട്ട് പഠിച്ചപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം മാർക്കൊക്കെ ഒത്തിരി പുറകോട്ടായി. ഒത്തിരി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. 9ാം ക്ലാസ്സിലാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. 10ൽ കയറുമ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ആയി. അത് കഴിഞ്ഞ് 9ാം ക്ലാസ് ഫുൾ ഓൺലൈനായിരുന്നു. 10ാം ക്ലാസ്സിൽ 1-2 മാസം ഓൺലൈനിൽ പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ നിന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ അവളുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. 11 ആഴ്ച തിങ്കളാഴ്ച ധ്യാനത്തിന് ഒന്ന് കൂടാൻ പറഞ്ഞു. ഞാനത് കൂടുകയും പിന്നെ വരുമ്പോഴെല്ലാം അപേക്ഷക്കകത്ത് 6 നിയോഗങ്ങൾ എഴുതി അപേക്ഷക്കകത്ത് ഇടുകയും ഒക്കെ ചെയ്തു. 10ാം ക്ലാസ്സിൽ പരീക്ഷയായപ്പം നിത്യാരാധനയെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് റിസൾട്ട് വന്നപ്പം 85% കൂടുതലേറെ മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ അപേക്ഷകത്തിനകത്ത് ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. 10 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അത് ഞാൻ നിയോഗമായിട്ട് എഴുതി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് 2023 പകുതിയോടെ എനിക്ക് ഭവനം വെക്കാനും 24 ആദ്യത്തോടെ ജനുവരി ഞങ്ങൾ കയറി താമസവും നടത്തി. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളും 10ലായപ്പോൾ ഞാൻ ഇവിടെ വന്ന് അപേക്ഷകത്ത് ഇടുകയും ചെയ്തു. മോൾക്ക് നല്ല മാർക്കോടെ 90% മാർക്കോടെ മോളും പാസ്സായി. IMS വഴി എന്നെ കഴിച്ച എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. IMS അമ്മ വഴി ഈ സഹോദരിക്ക് തൻ്റെ 2 മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അമ്മ ഇടപെട്ട സാക്ഷ്യമാണ് നാം കേട്ടത്. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17 ഇപ്രകാരം പറയുന്നു. ഈ മകൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് IMS അമ്മയുടെ നടയിലേക്ക് വരികയും അവളുടെ ദുഃഖങ്ങൾ നമ്മുടെ പ്രശാന്തച്ഛനുമായി പങ്കിടുകയും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 11 ആഴ്ചക്കാലം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഉന്നത വിജയം നൽകി പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനിൽ നിന്ന് ഈ അനുഗ്രഹം നേടിക്കൊടുത്തു. 2ാമത്തെ മകൾക്കും ഈ അനുഗ്രഹം അവിടുന്ന് നൽകി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് തിരുക്കുമാരനും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കണം. ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ കെട്ടുകൾ അഴിയും. നമ്മൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അടുത്ത സാക്ഷ്യം പറയാനായിട്ട് പേര് തന്നിരിക്കുന്നത് കനകമ്മ കൈനകരി. IMS അമ്മയ്ക്കും തിരുക്കുമാരനും കോടി കോടി നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ മരുമോൾക്ക് ഗർഭിണിയായി 2 മാസമായി. അവൾക്ക് ഛർദിലും ആഹാരം കഴിച്ച ഉടനെ ഛർദിൽ. അങ്ങനെ വിഷമിച്ച് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജോഷി അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ മൂക്ക് ഇങ്ങനെ ആഹാരം കഴിക്കാൻ മേല, കുഞ്ഞിന് വളർച്ചയില്ല എന്നെല്ലാം പറഞ്ഞു. അച്ഛനും പറഞ്ഞു, പേര് ചോദിച്ചു, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച അച്ഛൻ പിറ്റേ ദിവസം മുതൽ എൻ്റെ കുഞ്ഞ് ആഹാരം കഴിച്ചു, ഛർദിലുമില്ല. അതുപോലെ കുഞ്ഞ് പ്രസവിക്കത്തില്ല, ഓപ്പറേഷൻ ചെയ്യണം, നിലയ്ക്കനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനത് പ്രാർത്ഥിച്ചു. കുട്ടി തിരിഞ്ഞു വന്നു. സുഖപ്രസവം. 3.5 കിലോയുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഒരു കുഴപ്പമില്ലാതെ തിരുക്കുമാരനും IMS അമ്മയ്ക്കും തിരുക്കുമാരനും കോടി കോടി നന്ദി സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. ഈ അമ്മ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയതോ പരിശുദ്ധ അമ്മ IMS അമ്മ തൻ്റെ തിരുക്കുമാരനിൽ നിന്ന് നേടിക്കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. അമ്മയുടെ മരുമകള് ഗർഭിണിയായിരിക്കുമ്പോൾ 2 മാസക്കാലം
ആയ സമയത്ത് നല്ലൊരു വയറുവേദനയും ഛർദിലും അനുഭവപ്പെടുകയുണ്ടായി. ഇത് കണ്ട് ഈ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരികയും ബഹുമാനപ്പെട്ട ജോഷിയച്ചനെ കണ്ടുമുട്ടുകയും ജോഷിയച്ചൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒപ്പം ഈ അമ്മ 2 സമർപ്പണം നടത്തുകയും ഉണ്ടായി. ഈ അമ്മയുടെ മരുമകള് അന്ന് മുതൽ ഭക്ഷണം കഴിക്കാനും വോമിറ്റിംഗ് ടെൻഡൻസി നിൽക്കുകയും ചെയ്തു. പരിശുദ്ധമ്മ കൂടാതെ ഒരു അനുഗ്രഹം കൂടി ഇവർക്ക് നൽകുകയുണ്ടായി. ഈ മകൾ ഗർഭത്തിൽ ആയിരിക്കുന്ന കുഞ്ഞ് തല തിരിഞ്ഞാണ് കിടന്നിരുന്നത്. അമ്മ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. യാതൊരു വിധത്തിലും അത് നോർമൽ വേല പ്രസവിക്കാൻ സാധ്യതയില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അത് സുഖപ്രസവത്തിൽ ആ സമയത്ത് കുഞ്ഞിന്റെ തല തിരികെ വരികയും ശരിയായ രീതിയിൽ ആ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അമ്മയുടെ ഈ അനുഗ്രഹത്തെ ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:7 ഇപ്രകാരം പറയുന്നു. അപ്പൊ അതിരറ്റ കരുണയാണ് ആ ഭവനത്തിലെ പരിശുദ്ധമ്മ നൽകിയത്. നമുക്ക് ആ മകളോടൊപ്പം ആ അമ്മയോടൊപ്പം നമ്മുടെ IMS അമ്മയെ സ്തുതിച്ചുകൊണ്ടും പരിശുദ്ധ തിരുക്കുമാരന് നന്ദി പറഞ്ഞുകൊണ്ടും സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത സാക്ഷ്യത്തിനായിട്ട് നീതു പുന്നപ്ര. എൻ്റെ പേര് നീതു എന്നാണ്. ഞാൻ ഇവിടെ പുന്നപ്ര സെൻറ്റ് ജോസഫ് പള്ളി ഇടവക അംഗമാണ്. എനിക്ക് ഗർഭിണിയായ ഒരു 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ചിന് തലയിലൊരു ഫ്ലൂയിഡ് കൂടുതലാണ്. അതുകൊണ്ട് കുട്ടി അംഗവൈകല്യങ്ങളൊക്കെ കാണും. ഒരു 7-ാം മാസത്തെ സ്കാനിങ്ങിൽ അത് നോർമൽ ആയില്ലെങ്കിൽ കുട്ടി വൈകല്യമുള്ള കുട്ടിയായിരിക്കും, മന്ദബുദ്ധിയായിരിക്കും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛനൊരു ബുക്ക് തന്നു, അത് വായിക്കണം, ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും വരണമെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ഞാനും അമ്മയും ഇവിടെ മുടങ്ങാതെ വരുമായിരുന്നു 9-ാം മാസം വരെ. അപ്പോൾ 7-ാം മാസത്തെ സ്കാനിങ്ങിൽ സ്കാൻ ചെയ്തിട്ടും ആ ഫ്ലൂയിഡ് കുറഞ്ഞില്ല, അത് അതേപടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു വൈകല്യങ്ങൾ കാണുമെന്ന്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ചത്തോളം കുട്ടി പാല് കുടിക്കണമെന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആൻറ്റി ഇവിടെ IMSൽ വിളിച്ചു പറഞ്ഞ് നിത്യാരാധനെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി പാല് കുടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ജനിച്ച ഉടനെ സ്കാനിങ് ഇതെല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ നോക്കിയപ്പോഴത്തേക്കും കുട്ടിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല, നോർമൽ കുട്ടികളെപ്പോലെ തന്നെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനും IMS അമ്മയുടെ കരുണയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ആൺകൊച്ചിനെ ലഭിക്കുകയും അതിനൊരു വൈകല്യങ്ങളും ഇല്ലാത്തൊരു നല്ല കുട്ടിയെ തന്നതിന് IMS അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 4-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇതാണ് നീതുവിനെ സംബന്ധിച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. നീതു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തലയില ഒരു ഒട്ടൽ, കുഞ്ഞിന് വൈകല്യമുണ്ടാകും എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ സാഹചര്യത്തിൽ അമ്മയുടെ നടയിലേക്ക് വരികയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛനെ കണ്ടുമുട്ടുകയും അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ മകളെ ആശ്വസിപ്പിച്ച് വിടുകയും ഉണ്ടായി. ഒപ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തു, സാധിക്കുന്ന അത്രയും നാള് ഈ നടയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. പരിപൂർണ വിശ്വാസത്തിൽ അവർ ഈ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ഒപ്പം ഈ കുഞ്ഞിന് ഈ അങ്കണത്തിൽ വെച്ച് ചോറൂട്ടൽ കൊടുക്കാമെന്നും നേർന്നു. ഇതിന്റെ ഫലമായിട്ട് പരിപൂർണ ആരോഗ്യമുള്ള, യാതൊരുവിധ വൈകല്യങ്ങളും ഇല്ലാത്ത നല്ലൊരു കുഞ്ഞിനെ നൽകി ആ മകളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു.
നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. അടുത്ത സാക്ഷ്യം നമ്മോട് പറയാനായിട്ട് വരുന്നത് ഹെൻറിറ്റ പൊള്ളത്തൈ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് IMSC വരുന്നത്. ജൂലൈ ആയപ്പോൾ എൻ്റെ മകൻ പോലീസിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റിലായപ്പോൾ അവന് ട്രെയിനിങ് തുടങ്ങി. നാളെ എൻ്റെ മകൻ്റെ പാസിങ് ഔട്ട് സെറമണിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ സാക്ഷ്യം പറയാൻ അല്പം വൈകി, കാര്യം മോൻ്റെ ട്രെയിനിങ് പൂർത്തിയായിട്ടെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മകൾ BDS കഴിഞ്ഞ് നിൽക്കുകയാണ്. കല്യാണം 25 വയസ്സിൽ തന്നെ നടത്തി. പെട്ടെന്ന് തന്നെ 2 കുഞ്ഞുങ്ങളായി. അവൾക്ക് പഠിക്കാനോ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. അവൾ എപ്പോഴും എന്നെ പരാതി പറയുമായിരുന്നു, അമ്മ കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം PSC എഴുതി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി, എല്ലാവരും PG എടുത്ത് മറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എനിക്കൊന്നും സാധിക്കുന്നില്ലെന്നും പറഞ്ഞ് അവൾ എപ്പോഴും കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ ജൂൺ 5-ാം തീയതി അവളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മകൾക്ക് അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഒരു ജോലി കിട്ടണമെന്ന്. അവൾ ലാബ് അസിസ്റ്റൻ്റ് ടെസ്റ്റ് എഴുതി. അവൾക്ക് 2 പൊടിക്കുഞ്ഞുങ്ങളാണ്. 3.5 വയസ്സും 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, 2 പെൺകുഞ്ഞുങ്ങൾ. അവരെ ഇട്ടേച്ച് അവൾക്ക് ദൂരെയൊക്കെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അവൾ പറഞ്ഞ് എനിക്ക് സ്റ്റേറ്റ് ബേസിലാണ് അവർക്ക് ജോലി, അപ്പം അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യമേ പ്രാർത്ഥിച്ചോളൂ, മാതാവേ അവൾക്ക് പോയി വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ജോലി കിട്ടണമെന്ന്. മാതാവ് സഹായിച്ച് അവൾക്ക് വണ്ടാനം ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടി. അവൾ കഴിഞ്ഞ ഈ മാസം 16-ാം തീയതി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ 2 സഹോദരന്മാർ വിവാഹപ്രായം കഴിഞ്ഞ് 36-38 വയസ്സൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് എഴുതിയിടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഇളയ സഹോദരന് ഈ 20-ാം തീയതി കല്യാണം കഴിഞ്ഞു. അതും മാതാവിൻ്റെ അനുഗ്രഹമാണ്. പിന്നെ അടുത്ത വീട്ടിൽ എൻ്റെ തെങ്ങിൽ നിന്നും തേങ്ങയും മറ്റും വീണ് അടുത്ത വീട്ടുകാർക്ക് ശല്യമാണ്. എപ്പോഴും ആ ചേച്ചി എനിക്ക് പരാതി പറയുമായിരുന്നു, തെങ്ങ് മുറിച്ചുകള അല്ലെങ്കിൽ വല എന്തെങ്കിലും ഇട്ട് കെട്ടുന്നൊക്കെ. അങ്ങനെ ഞാനിവിടെ വന്ന് മാതാവിനെ എഴുതിയിട്ട് ഇപ്പം ചേച്ചിയുടെ അയ്യത്തോട്ട് ഒന്നും വീഴുന്നില്ല. വീണാലും എൻ്റെ അയ്യത്തോട്ട് തന്നെ എല്ലാം വീഴുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ 5-6 പേരെ എൻ്റെ കൂട്ടുകാരെ ഞാനിവിടെ കൊണ്ടുവന്നു IMSൽ. അവർക്കെല്ലാം ഓരോ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗർഭിണികളായ മക്കൾക്ക് അച്ഛൻ തന്ന പടമൊക്കെ കൊണ്ടു കൊടുത്ത് അവർക്കെല്ലാം ആഗ്രഹിച്ച കുഞ്ഞുങ്ങളെ കിട്ടി. അവരിവിടെ കൊണ്ടുവന്ന് ചോറൂട്ട് നടത്തുകയും ചെയ്തു. മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി ഞാൻ പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹെൻറിറ്റ എന്ന മകൾ പറഞ്ഞ സാക്ഷ്യം നാം കേൾക്കുകയുണ്ടായി. സ്വന്തം മകൾക്ക് നല്ലൊരു ജോലി അടുത്ത സ്ഥലത്ത് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീടിനടുത്ത് ഉള്ള വീടുകളിലേക്ക് സ്വന്തം പറമ്പിലെ തേങ്ങ വീണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം നമ്മുടെ IMS അമ്മ തൻ്റെ തിരുക്കുമാരനിൽ നിന്ന് ഈ മകൾക്ക് നേടിക്കൊടുത്തു. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതം 3:6 ഇപ്രകാരം പറയുന്നു. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. പരിശുദ്ധമ്മ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. അമ്മ വഴി ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നമുക്ക് ഒന്ന് ചേർന്ന് കൈകൾ ഉയർത്തി ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന.